ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമുള്ളതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു കറിയാണ് ബട്ടർ ചിക്കൻ. കഴിയുന്നതും എളുപ്പത്തിലും ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബട്ടർ ചിക്കനില്ലേ, ബട്ടർ ഒന്നും ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ റെഡ് കളറിൽ ആയിരിക്കും. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്തായുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ വിനാഗിരി. വിനാഗിരി ഒഴിക്കണമെന്നില്ല, നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ചത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാരിനേറ്റ് ചെയ്താലാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുള്ളൂ. ചിക്കൻ 1/2 മണിക്കൂറായിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു കടായി എടുത്ത് വെക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്യുകയാണ്. കാരണം ഒരുപാട് എണ്ണയൊക്കെ വെറുതെ ഇതിനെ ശരീരത്തിലേക്ക് കയറ്റി വിടുന്നത് അല്ലേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ബോൺലെസ് ചിക്കൻ, നിങ്ങൾക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. ഞാൻ പക്ഷേ ബോണുള്ള ചിക്കനാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എടുക്കാറ്. കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് ഇതാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കണം. കണ്ടോ, ഇപ്പം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ്. നമ്മളത് മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡൊന്ന് വേവാനായിട്ട്. ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്തിട്ട് വെക്കുന്ന കറികളൊക്കെ ഇതേപോലെയാണ് വെക്കാറ്. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇപ്പം എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് കിടന്ന് വെന്തിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1/2 കിലോ ചിക്കൻ അല്ലേ ഉള്ളത്, അതുകൊണ്ട് 4 സവാള എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസ് സവാളയാണുള്ളത്. തക്കാളി ചെറിയ തക്കാളിയാണ്. തക്കാളിയുടെ അളവ് കുറച്ചൊന്ന് സവാളേനെ കഴിഞ്ഞും കുറച്ച് താഴെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് തക്കാളി ആയി കഴിയുമ്പോഴത്തേക്കും അതിനൊരു പുളിപ്പ് കൂടുതലായിട്ട് വരും നമ്മുടെ ബട്ടർ ചിക്കന്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് താണ നിന്നാൽ മതി. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. മല്ലിയില, ഇത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഞാൻ ആദ്യം ഉപയോഗിക്കുന്നില്ല, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം മാക്സിമം കലോറി കുറച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം എടുക്കാത്തത് കൊണ്ട് സാധാരണ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലല്ല, പശുവിൻ്റെ പാല്. പിന്നെ കസൂരി മേത്തി, അത് നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാനാണ്. ഇതാണ് നമുക്ക് ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഏജൻറ്റ്. സൺഫ്ലവർ ഓയിൽ, ബട്ടറൊക്കെ ഞാൻ വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. പിന്നെ കാഷ്യൂ നട്ട്സ് 1 കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ എടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഉപ്പ്. ഇത്രയാണ് നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ മാത്രമേ ഉള്ളൂ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണ. അതപ്പോൾ കുറച്ച് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ആ സൈഡ് ഒന്ന് മൊരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഒരുപാടൊന്നും ഡ്രൈ ആയിട്ട് ഫ്രൈ ആയി പോകരുത്. ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നില്ലേ, അതുപോലെ ആയാൽ മതി. ചിക്കൻ നല്ല സോഫ്റ്റും ആയിരിക്കും, പുറമെ നല്ല മുരിഞ്ഞിട്ടും ഉണ്ടാവും. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയില്ലേ, അത് അങ്ങനെ തന്നെ ഉണ്ട്. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനി അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതാവുന്ന സമയത്ത് നമുക്ക് സവാള വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് സവാള വഴറ്റാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. സാധാരണ ഇപ്പോഴാണ് ബട്ടർ ഇടാറ്, ഞാനിത് ഇടുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയാലും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു, 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നുമില്ല, നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാടൊന്ന് ചെറുതാക്കിയിട്ടില്ല, കുറച്ച് മീഡിയം സൈസ് വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റട്ടെ. ചിക്കൻ ഇതിപ്പം 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ആ സൈഡും ഒന്ന് കളറൊന്ന് മാറി കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചിക്കൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ എണ്ണ അങ്ങനെ തന്നെ നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് ബട്ടർ ചിക്കൻ ലാസ്റ്റ് ഗ്രേവി ആക്കിയിട്ട് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇത് ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല, കുറച്ച് നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റും ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് 4 തൊട്ട് 5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് അങ്ങ് മാറിക്കോളും. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ റോ സ്മെല്ല് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വേവണം. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നന്നായിട്ടൊന്ന് തക്കാളി വെന്ത് ഉടയണം. തക്കാളി ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് വേറെ പണി ചെയ്യാം. ഞാൻ ഓഫാക്കാണ്. ഇതിനൊന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇതിപ്പം സവാള വഴറ്റിയത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് അരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയില്ലേ, ആ എണ്ണയാണ്. ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ നമുക്ക് എടുക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക അതിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് മൂക്കണം. അതൊന്ന് മൂത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ വെള്ളമാക്കിയിട്ട് അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ടൊന്നുമില്ല, ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇളക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാതല്ലേ അരച്ചിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നായത്. ഇനി ഞാനിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച പാല് വേണം ഒഴിക്കാൻ. 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം.
നല്ല സ്മെല്ലാട്ടോ വരുന്നത്. നല്ല ബട്ടർ ചിക്കൻ്റെ സ്മെല്ലാണ്. ഇതിപ്പോൾ വഴറ്റുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കസൂരി മേത്തിയാണ്, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഈ കസൂരി മേത്തി ഉണ്ടെങ്കിലേ അതിന് പൂർണ്ണമാവുള്ളൂ ബട്ടർ ചിക്കൻ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഓഫാക്കുകയാണ്. മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ ഇടുന്നുണ്ട് ഞാൻ. ബട്ടറൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇടാം കേട്ടോ. ഞാനിതിനകത്ത് വളരെ കുറച്ച്, ഞാൻ പേരിന് മാത്രമേ ബട്ടർ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒഴിക്കുന്നത്. ക്രീമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇടാം കേട്ടോ. നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരമുണ്ട് ആ സോസൊക്കെ ഒഴിച്ചതുകൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മധുരം ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് കസൂരി മെത്തി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. അധികം ആവണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഗ്രേവിയും ഉണ്ട്. മാക്സിമം ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിപ്പോൾ ഏകദേശം 5-6 പേർക്ക് കഴിക്കാനുള്ള ബട്ടർ ചിക്കൻ ഉണ്ട്. കുറച്ച് ഞാനെടുത്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ബട്ടർ നാനാണ് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ്, ടേസ്റ്റിയാണ്. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ റംസാൻ സ്പെഷ്യൽ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.